വരുന്ന 2 തെരഞ്ഞെടുപ്പുകൾ, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളും അതിനുശേഷം വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ്, അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ ഈ പുതിയ ഓഫീസിലേക്കുള്ള മാറ്റം പ്രവർത്തകർക്ക് കൂടുതൽ ആത്മവിശ്വാസവും ഊർജ്ജവും പകരും. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിലെ ഏറ്റവും വലിയൊരു ഓഫീസാണിത്. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടുകൂടിയിട്ടുള്ള ഓഫീസ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ, പാർട്ടി പ്രവർത്തനങ്ങളിൽ ഇത് വലിയൊരു ഊർജ്ജം പകരും. BJPയിൽ പ്രസിഡന്റുമാരും അതുപോലെ തന്നെ ഭാരവാഹികളെല്ലാം മാറി മാറി. പക്ഷേ ഇതൊരു ടീം വർക്കാണ്. എല്ലാ കാലത്തും BJPയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കൂട്ടായിട്ടുള്ള തീരുമാനങ്ങളും കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ്. അത് ലീഡ് ചെയ്യുന്നത് സംസ്ഥാന അധ്യക്ഷനാണ്. സംസ്ഥാന അധ്യക്ഷന്മാർ ആര് വന്നു കഴിഞ്ഞാലും അവർ ആ ടീമിനെ ലീഡ് ചെയ്യുക എന്നുള്ളത്, കേരള ബൂത്ത് മുതൽ സംസ്ഥാനം വരെയുള്ള ടീമിനെ ലീഡ് ചെയ്യുക. വലിയൊരു മുന്നേറ്റത്തിന് ഞങ്ങൾ തയ്യാറെടുത്തിരിക്കുക. അതിനുള്ള തയ്യാറെടുപ്പാണ് സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം പാർട്ടിയിൽ ഏത് പോസ്റ്റിലായാലും പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതല കൃത്യമായിട്ട് നിർവഹിക്കുക, അത് വിജയിപ്പിക്കുക എന്നുള്ളതാണ്. പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷനാക്കിയിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ പുതിയ 2 ചുമതലകളിലൂടെ അധിക ചുമതലകൾ വന്നിട്ടുണ്ട്. ഹെൽപ്പ് ഡെസ്കിൻ്റെ കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്കുള്ള കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ അവരുടെ കൈകളിലെത്തിക്കാൻ, അതോടൊപ്പം നെൽകർഷകരുടെ വിഷയങ്ങൾ പഠിക്കാൻ, ഇത് 2 പ്രത്യേക ചുമതലയാണ്. സംസ്ഥാന അധ്യക്ഷനെ ഏൽപ്പിക്കുന്ന ഏത് ചുമതലയും ഭംഗിയായി നിർവഹിക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചോളം ഇതുവരെ വിവാദങ്ങളാണ്, ഇതുവരെ അഴിമതി ആരോപണങ്ങളാണ്. കേരളത്തിലെ ജനങ്ങൾ ആദ്യമായിട്ടാണ് ഒരു വികസനത്തിൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സ് കേൾക്കുന്നത്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്.